ഐ.എം. വിജയൻ എന്ന ഫുട്ബോൾ താരത്തെയും നടനെയും അറിയാത്ത മലയാളികളുണ്ടാകില്ല. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഏക മകൻ ആരോമലിന്റെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇന്നലെ ഞായറാഴ്ച തൃശൂർ തിരുവമ്പാടി കൺവെൻഷൻ സെന്ററിലെ നന്ദനം ഓഡിറ്റോറിയത്തിൽ വച്ചായിരുന്നു പ്രൗഢഗംഭീരമായ ആരോമലിന്റെ വിവാഹ ചടങ്ങുകൾ നടന്നത്. റോമി വിക്ടോറിയ ഹെബ്രാണ് ആരോമലിന്റെ വധു. ഐ.എം. വിജയന്റെ കുടുംബത്തിലെ ഈ സന്തോഷ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സിനിമ, കായിക രംഗത്തെ നിരവധി പ്രമുഖരാണ് എത്തിയത്. 3 മക്കളാണ് ഐ.എം. വിജയന്, 2 പെണ്ണും ഒരാണും. അതുകൊണ്ട് തന്നെ മകന്റെ മാംഗല്യം ഏറെ അത്യാഡംബരത്തോടെയും ആഘോഷത്തോടെയുമാണ് അച്ഛൻ ഐ.എം. വിജയൻ നടത്തിയത്. തൃശൂരിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ ചലച്ചിത്ര താരങ്ങളായ ദിലീപ്, വിനായകൻ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രമുഖർ നേരിട്ടെത്തി നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. താരപ്പൊലിമയും കായിക ലോകത്തെ പ്രമുഖരുടെ സാന്നിധ്യവും കൊണ്ട് ശ്രദ്ധേയമായ ഈ വിവാഹവേദിയിലെ ചിത്രങ്ങളും വിശേഷങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഫുട്ബോൾ മൈതാനത്ത് ബൂട്ടുകെട്ടി തിളങ്ങിയപ്പോൾ മകൻ ആരോമൽ കായിക രംഗത്ത് തൻ്റെതായ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. മൈതാനത്തെ കളിക്കാരനായല്ല, മറിച്ച് ആധുനിക ഫുട്ബോളിന്റെ തലച്ചോറായ വീഡിയോ പെർഫോമൻസ് അനലിസ്റ്റായാണ് ആരോമൽ തന്റെ കരിയർ കെട്ടിപ്പടുത്തത്. മുംബൈയിൽ നിന്ന് ഫുട്ബോൾ വീഡിയോ പെർഫോമൻസ് അനാലിസിസ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് ആരോമൽ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. 2020 നവംബറിൽ കേരളത്തിലെ പ്രമുഖ ക്ലബ്ബായ ഗോകുലം കേരള FC-യിലൂടെയാണ് ഒരു പ്രൊഫഷണൽ വീഡിയോ അനലിസ്റ്റായി ആരോമൽ തന്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ FC-യുടെ ഫസ്റ്റ് ടീം അനലിസ്റ്റായി അദ്ദേഹം ചുമതലയേറ്റു. മുൻപ് അച്ഛൻ ഐ.എം. വിജയൻ കളിച്ച് തകർത്താടിയ അതേ ക്ലബ്ബിൽ തന്നെ മകൻ തന്ത്രങ്ങൾ ഒരുക്കുവാൻ അനലിസ്റ്റ് തലവനായി എത്തിയെന്ന അപൂർവ പ്രത്യേകതയും ഇതിനുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഇതിഹാസ താരങ്ങളിൽ ഒരാളായ ഐ.എം. വിജയൻ കളിയിലെ അസാധാരണമായ വേഗതയും ഡ്രിബ്ലിംഗ് മികവും കാരണം കറുത്ത മുത്ത് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കുട്ടിക്കാലത്ത് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിന്ന പശ്ചാത്തലത്തിൽ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സോഡ വിറ്റ് ജീവിച്ചിരുന്ന അദ്ദേഹം പ്രതിഭയുടെ കരുത്തിൽ മാത്രമാണ് കളി ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചത്. 1987 കേരള പോലീസ് ഫുട്ബോൾ ടീമിലൂടെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ച വിജയന്റെ കുടുംബത്തിലെ ഈ പുതിയ സന്തോഷ വാർത്തയെ ഏറെ ജനപ്രീതിയോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ആയിരക്കണക്കിന് പേരാണ് തൃശൂർ തിരുവമ്പാടി കൺവെൻഷൻ സെന്ററിലെ നന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്തത്. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം എല്ലാവരും തന്നെ ആരോമലിനെയും വധുവിനെയും അനുഗ്രഹിക്കുവാൻ എത്തിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.